മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വേട്ടയാടാൻ ഉപയോഗിച്ചിട്ടുള്ള സോളാർ കേസിലെ തന്ത്രങ്ങൾ മന്ത്രി ഗണേഷ് കുമാറിന് ഇപ്പോൾ തിരിച്ചടിയായിക്കൊണ്ടിരിക്കുകയാണ്. സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വ്യാജരേഖ ചമച്ചെന്ന കേസ് ഗണേശന് ഏറെ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ഈ കേസിൽ വിചാരണ നേരിടേണ്ട ഘട്ടത്തിലാണ് നിലവിൽ ഗണേഷ് കുമാർ ഉള്ളത്. ഇതോടെ അതിനെ എങ്ങനെ മറികടക്കണമെന്നുള്ള ഒരു ആലോചനയിലാണ് അദ്ദേഹം. ഈ ഒരു സംഭവം ഇങ്ങനെയാണ്. പത്തനംതിട്ട ജയിലിൽ കഴിയുന്ന സമയത്ത് പ്രതിക്ക് 25 പേജുള്ള കത്ത് തയ്യാറാക്കി അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ മുഖേന കോടതിയിൽ സമർപ്പിച്ചിരുന്നെങ്കിലും നൽകിയത് 21 പേജുള്ള കത്താണെന്നും ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഉമ്മൻചാണ്ടിയുടെ പേരടക്കം ഉൾപ്പെടുത്തി 4 പേജ് കൂടി ചേർത്തുവെന്നാണ് കേസ്. മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയതിലുള്ള വ്യക്തിവിരോധം തീർക്കാനാണ് ഗണേശ് വ്യാജരേഖ ചമച്ചതെന്നാണ് പരാതിയിൽ പറയുന്നത്. അതായത് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്ന് ഗണേശിനെ ഒഴിവാക്കിയതിലുള്ള വ്യക്തിവിരോധം തീർക്കാൻ വേണ്ടിയിട്ട്. അതേസമയം മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ മുൻ പേഴ്സണൽ സ്റ്റാഫിന്റെ മൊഴിയടക്കം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. 2011 മുതൽ 2013 വരെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന സുധീറിന്റെ മൊഴിയാണ് വന്നത്. കൊട്ടാരക്കര കോടതിയിലാണ് ഗണേശിനെതിരെ ഇയാൾ മൊഴി നൽകിയത്. ഉമ്മൻചാണ്ടിയെ ലൈംഗിക ആരോപണ കേസിൽ കുടുക്കുമെന്ന് ഗണേശ് പറഞ്ഞിരുന്നതായിട്ടാണ് സുധീർ മലയിലിന്റെ മൊഴി കോടതിക്ക് മുൻപാകെ വന്നിട്ടുള്ളത്. പലവട്ടം ഇക്കാര്യം ഗണേശ് പറഞ്ഞിരുന്നു എന്നാണ് സാക്ഷിയായിട്ട് മൊഴി നൽകിയിട്ടുള്ളത്. ആരോപണങ്ങൾ ഉയർന്നപ്പോൾ ഉമ്മൻചാണ്ടി ഗണേശിനെ രാജിവെപ്പിച്ചിരുന്നു. മന്ത്രിസ്ഥാനം തിരികെ നൽകാത്ത ഉമ്മൻചാണ്ടിയെ പാഠം പഠിപ്പിക്കാൻ ഗണേശ് തീരുമാനിച്ചിരുന്നുവെന്നും സുധീറിന്റെ മൊഴിയിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ സോളാർ പരാതിയിൽ 4 പേജുകൾ കൂട്ടിച്ചേർത്തത് ഗൂഢാലോചനയാണെന്ന പരാതിയിലാണ് മറ്റൊരു മൊഴി. സോളാർ പരാതി ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും സാക്ഷി മൊഴിയിൽ തന്നെയുണ്ട്. സോളാർ പരാതിക്കാരിയുമായി ഗണേശിന് അടുത്ത ബന്ധമുണ്ട്. മന്ത്രി വസതിയിലും ഓഫീസുകളിലും ഇവർ നിത്യസന്ദർശകയായിരുന്നുവെന്നും ഈ മുൻ സ്റ്റാഫ് അംഗത്തിന്റെ മൊഴിയിൽ തന്നെയുണ്ട്. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയെ കുടുക്കിയതാണെന്ന് ഗണേശിന്റെ സഹോദരി ഉഷാ മോഹൻദാസും ഈ അടുത്ത് ആരോപിച്ചിട്ടുണ്ടായിരുന്നു. ആ കുടുംബത്തിനുണ്ടായ ബുദ്ധിമുട്ടിൽ തനിക്ക് ഖേദമുണ്ടെന്നും ഉഷാ മോഹൻദാസ് പറയുന്നുണ്ട്. ഉമ്മൻചാണ്ടിയെ കുടുക്കാൻ ഗണേഷ് കുമാർ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണം വീണ്ടും വരുന്ന പശ്ചാത്തലത്തിലാണ് സഹോദരി ഉഷാ മോഹൻദാസിന്റെ വെളിപ്പെടുത്തലും വന്നത്. ഉമ്മൻചാണ്ടി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ആദ്യ ഭാര്യ നൽകിയ ഗാർഹിക പീഡന പരാതിയിൽ ഗണേശൻ അന്ന് ജയിലിൽ പോകേണ്ടി വരുമായിരുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ ഇപ്പോൾ മന്ത്രിപദത്തിലെത്താനോ കഴിയുമായിരുന്നില്ല. മന്ത്രിസ്ഥാനം തിരികെ നൽകാത്തത് ഗണേശന് ഉമ്മൻചാണ്ടിയോടുള്ള പകയ്ക്ക് കാരണമായി. സോളാർ കേസിൽ ആരോപണങ്ങൾ അടങ്ങിയ കത്ത് ബാലകൃഷ്ണ പിള്ളയ്ക്ക് ലഭിച്ചിരുന്നു. അത് താൻ കണ്ടതാണ്. കത്തിൽ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പരാമർശമൊന്നും ഉണ്ടായിരുന്നില്ല. ആ പേര് പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. സോളാർ കേസുമായും കത്തുമായും ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിന് ഏറെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്നായിരുന്നു ഉഷാ മോഹൻദാസിന്റെ ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത്. നിലവിൽ ഗണേഷ് കുമാറിന്റെ ആവശ്യമെന്ന് പറയുന്നത് സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വ്യാജരേഖ ചമച്ചെന്ന കേസിൽ കുറ്റപത്രം നൽകുന്നതിന് മേലുള്ള വിചാരണ നിർത്തിവെക്കണമെന്നാണ്. ഇതാവശ്യപ്പെട്ടിട്ടാണ് ഗണേഷ് കുമാർ കൊട്ടാരക്കര കോടതിയെ സമീപിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കഴിയും വരെ വിചാരണ നിർത്തിവെക്കണമെന്നാണ് പ്രധാന ആവശ്യം. മാധ്യമങ്ങളിലൂടെ തന്നെ അപകീർത്തിപ്പെടുത്തുന്നുവെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിലെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉമ്മൻചാണ്ടിക്കെതിരെ മന്ത്രിമാർക്കെതിരെയുള്ള ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന കത്ത് വ്യാജമാണെന്നും ഇതിന് പിന്നിൽ ഒരു MLAയും സഹായികളുമാണെന്ന് പ്രതിയുടെ അഭിഭാഷകനായിരുന്ന ഫെനി ബാലകൃഷ്ണൻ പിന്നീട് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു. ജയിലിൽ വെച്ച് ഈ പറയുന്ന സോളാർ കേസിലെ പ്രതി എഴുതിയിട്ടുള്ള കത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഒരാരോപണം പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് പിന്നീട് ഫെനി ബാലകൃഷ്ണൻ പറയുന്നത്. അപ്പോൾ ഏകദേശം ഈ ഒരു കാര്യത്തിൻ്റെ കിടപ്പ് വശം വ്യക്തമാണ്. 21 പേജുള്ള ആദ്യം പ്രതി നൽകുന്ന കത്ത്, അതിലേക്ക് പിന്നീട് ഒരു 4 പേജ് തയ്യാറാക്കുന്നു. ഈ 4 പേജിലാണ് ഉമ്മൻചാണ്ടിയുടെയും മറ്റാളുകളുടെയും ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും പ്രതിയുടെ പേര് വരുന്നത്. അപ്പോൾ ഈ ഒരു 4 പേജ് ആഡ് ചെയ്തു എന്നുള്ള ഗൂഢാലോചനയാണ് ഗണേശിനെതിരെ നിലവിൽ ആരോപണമായിട്ട് നിലനിൽക്കുന്നത്. എന്തായാലും PR വർക്കുകാരുടെ തള്ളുപോലെയല്ല, അതല്ലെങ്കിൽ KSRTCയെ ലാഭത്തിലാക്കി ഗതാഗതം മേഖല അല്ലെങ്കിൽ ഗതാഗത വകുപ്പിനെ ശുദ്ധീകരിച്ചു എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള തള്ളുപോലെയുള്ള രക്ഷപ്പെടലൊന്നും ഗണേഷ് കുമാറിന് ഈ വിഷയത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് സാധ്യതയില്ല. എത്രയൊക്കെ മൂടി വെച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ പുട്ടിയടിച്ച് വെളുപ്പിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിലും ഗണേഷ് കുമാറിൻ്റെയൊക്കെ ഒരു ഈവിൾ ഫേസ് എന്ന് പറയുന്ന സാധനം ഇങ്ങനെ സമൂഹത്തിന് മുന്നിൽ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് കാണിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ടുള്ള വ്യാജരേഖ ചമച്ചതുമായിട്ട് ബന്ധപ്പെട്ട കേസ് മാത്രമല്ല, ഇപ്പോൾ ഈ അടുത്ത് തന്നെ സഹോദരിയായിട്ടുള്ള ഉഷാ മോഹൻദാസ് വന്നിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകളും ഇൻ്റർവ്യൂകളിലൊക്കെ തന്നെയും അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഗണേഷ് കുമാറിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ്. ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ടുള്ള മകന് വേണ്ടിയിട്ട് പോലും ചികിത്സയ്ക്ക് വേണ്ടി പോലും പണം കൊടുത്തില്ല, അതല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് സ്വത്ത് വിട്ടുകൊടുക്കാതെ സ്വയം എല്ലാം അനുഭവിക്കുകയും ഇതൊക്കെ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ ഈ പറയുന്ന ഗണേഷ് കുമാറിനെതിരെയുണ്ട്. അപ്പോൾ ഗണേഷ് കുമാർ എത്രയൊക്കെ പുണ്യാളം ചമയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു വികസന നായകനാകാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളുടെ കർമ്മങ്ങളുടെ എല്ലാം തന്നെയും ഫലം ഗണേഷ് കുമാർ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ ഈ ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള വ്യാജ രേഖ ചമച്ചതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കേസ് എന്ന് പറയുന്നത്.